എന്താ ഇന്നലെ ഉണ്ടായത്? ശരിക്കും ഒരു സ്നേഹത്തുള്ളായിരുന്നു അവിടെ കുറ്റ്യാടിയിൽ അടുത്ത പോയിന്റിലേക്ക് എത്തിച്ചേരാനുള്ള സമയം വളരെ വൈകിയിരുന്നു. വഴിനീളെ അതിഗംഭീരം ആവേശമലതല്ലുന്ന സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി പേരാമ്പ്രയിലെത്താൻ തന്നെ സമയം വൈകിയിരുന്നു. ആ വേദിയിൽ ഷാഫിയെ വിളിക്കാമായിരുന്നില്ലേ? അപ്പോൾ അടുത്ത വേദിയിലേക്ക് പോകാനുള്ള സമയം അതിക്രമിച്ചിരിക്കുന്നു. അതുകൊണ്ട് ആദ്യം തന്നെ ജാഥാ നായകനായ വി.ഡി. സതീശനെ ക്ഷണിച്ചു. അപ്പോൾ അതിനു മുമ്പ് ഷാഫി സംസാരിക്കാമായിരുന്നു, പക്ഷെ സമയം വൈകിയതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. പക്ഷേ വി.ഡി. സതീശൻ സംസാരിച്ചതിന് ശേഷം ഷാഫിയെ വിളിച്ചു. ഒന്നും തള്ളും ഒക്കെ ദൃശ്യങ്ങളിൽ എന്നെ വിളിക്കേണ്ട, ഇനി എത്രയും പെട്ടെന്ന് അടുത്ത പോയിന്റിൽ എത്തണം എന്നാണ് ഷാഫി പറഞ്ഞത്. പക്ഷെ അത് എല്ലാ ദൃശ്യങ്ങളിൽ ഒന്നും തള്ളുമൊക്കെ ഒന്ന് ഒഴിവാക്കായിരുന്നു. എന്നെ വിളിക്കരുതെന്ന് പറയുന്നുണ്ടല്ലോ, ഞാൻ അടുത്ത സംസാരിച്ചോളാം, എന്നെ വിളിക്കേണ്ട എന്ന് പറഞ്ഞതാണ്. കാരണം സമയം വൈകിയതാണ്, ആയിരങ്ങൾ കാത്തിരിക്കുകയാണ്. അപ്പോൾ അതൊരു സ്നേഹത്തള്ളാണ് എന്ന് DCC പ്രസിഡന്റും പറഞ്ഞു കഴിഞ്ഞു. കാരണം അവിടെ സംസാരിക്കാൻ വിളിച്ചപ്പോൾ എന്നെ വിളിക്കേണ്ട എന്ന് പറഞ്ഞ് പ്രമോദ് കൽക്കട്ടിലിനെ മാറ്റി നിർത്തുന്നതും അപ്പോൾ ഉണ്ടായിട്ടൊരു ബഹളത്തിനിടയിൽ മുല്ലപ്പള്ളി രാമചന്ദ്രൻ വീഴുന്നതുമാണെന്നാണ് പറയുന്നത്. ഏതായാലും ആ വേദിയിൽ അതിനു മുൻപ് പാറക്കൽ അബ്ദുള്ള അവിടുത്തെ സ്ഥാനാർത്ഥിയാവാനൊക്കെ പോകുന്ന ലീഗിൻ്റെ നേതാവ് മുൻ MLA സംസാരിച്ചു. അതിന് തൊട്ട് മുമ്പ് MK രാഘവൻ സംസാരിച്ചു. അദ്ദേഹം കോഴിക്കോടിൻ്റെ MP ആണ്. വടകരയുടെ MP എന്ന രീതിയിലും വടകരക്കാർക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആളെന്ന രീതിയിലും ഷാഫി പറമ്പിലിന് സംസാരിക്കാമായിരുന്നു എന്നുള്ളതാണ് അവിടുത്തെ ഒരു ചർച്ചയായത്. ഏതായാലും അതൊക്കെ ഒരു ക്രമീകരണത്തിൻ്റെ ഭാഗമായി 1.5 മണിക്കൂർ ജാഥ വൈകി. അപ്പോൾ വൈകിയ ജാഥയിൽ സ്വാഭാവികമായിട്ടും ചില ആളുകളുടെ പ്രസംഗം വെട്ടിച്ചുരുക്കേണ്ടി വരും. അങ്ങനെ ചുരുക്കിയപ്പോൾ സ്ഥലം MPയുടെയും ജനപ്രിയനായ നേതാവിൻ്റെയും പ്രസംഗം വെട്ടിച്ചുരുക്കി. അണികൾക്കിടയിൽ നിന്ന് ഷാഫി വേണമെന്നൊരാവശ്യമുണ്ടായി. അങ്ങനെ ഷാഫി വീണ്ടും സംസാരിച്ചു എന്നുള്ളതാണ് DCC ഇപ്പോൾ നൽകുന്ന വിശദീകരണം.